രാവിലെ ആദിലയും നൂറയും ഗാർഡൻ ഏരിയയിൽ ഇരിക്കുമ്പോൾ അനീഷ് ചെല്ലുന്നു. എന്താണ് ഇവിടെ ഇരിക്കുന്നത്? അപ്പം ആദിലയും നൂറയും പറഞ്ഞ് ചുമ്മാ ഇരിക്കുവാണ്. ഇനി 6 ദിവസമല്ലേ ഉള്ളൂ നമ്മൾ എല്ലാവരും കൂടി എന്ന് പറയുമ്പോൾ അതാണ് എൻ്റെ വിഷമം എന്ന് അനീഷ് പറയുന്നു. അപ്പം നൂറ പറയുന്നു, ഇവിടെ നിന്ന് ഇറങ്ങിയാലും കാണണം കേട്ടോ ഞങ്ങളെയൊക്കെ വന്ന്. പറഞ്ഞ് തീർച്ചയായിട്ടും എന്നും പറഞ്ഞ് 2 പേർക്കും കൈ കൊടുക്കുകയാണ് അനീഷ്. എന്നിട്ട് ഞാൻ പിന്നെ വരാമെന്നും പറഞ്ഞ് അനീഷ് അങ്ങ് പോയി. അപ്പോൾ അനീഷിനെ കുറിച്ച് നൂറയും ആദിലയും പറയാണ്, ഒരു ഭാഗ്യമാണ് ഇങ്ങനെ ഒരു മനുഷ്യനെ കിട്ടുക പാർട്ട്ണറായിട്ട്. കാരണം ഇത്രയും ജെന്യൂനായിട്ടുള്ളൊരു മനുഷ്യനെ കാണാൻ തന്നെ പാടാണ്. അപ്പോൾ ഒരു ലൈഫ് പാർട്ട്ണറായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതൊരു ലക്കാണ്. അപ്പം നൂറ പറയണേ, ഇന്നലെ അനുമോൾ പറയുവാണ്, എൻ്റെ ലൈഫിൽ എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. പിന്നെ എൻ്റെ മനസ്സിൽ ഒരാളെപ്പറ്റി ഒരു കോൺസെപ്റ്റ് ഉണ്ട്, അവളുടെ പാർട്ട്ണറിനെ പറ്റി. അപ്പം അതൊക്കെ വെച്ച് അവളുടെ ആ ഒരു ഇത് വെച്ച് നോക്കുമ്പം പുള്ളിക്ക് അതുമായിട്ട് യാതൊരുവിധ മാച്ചും ഇല്ല അനീഷേട്ടന്. അതാണ് അവൾക്കിതിൽ താല്പര്യമില്ലാത്തത്. എന്നിട്ട് നൂറ പറയാണ്, ഒരിക്കലും ഇവൾക്ക് ലൈഫ് പാർട്ട്ണറായിട്ട് അനീഷേട്ടനെ കാണാൻ പറ്റത്തില്ല. അവൾ പറയുന്നുണ്ട് അനീഷേട്ടൻ നല്ലൊരു മനുഷ്യനാണ്, പക്ഷേ എനിക്ക് ലൈഫ് പാർട്ട്ണറായിട്ട് കാണാൻ പറ്റത്തില്ലെന്ന് അവൾ പറഞ്ഞായിരുന്നു. പക്ഷേ ഇതിലും നല്ലൊരു മനുഷ്യനെ കിട്ടാൻ തന്നെ കാണാൻ തന്നെയും പാടാണ്. അത്രയ്ക്ക് നല്ലൊരു മനുഷ്യനാണ് അനീഷേട്ടൻ എന്ന് 2 പേരും കൂടെ ഇരുന്ന് ഗാർഡൻ ഏരിയ പറയുകയാണ്. അപ്പം അക്ബർ അതുവഴി വന്നപ്പോൾ പിന്നെ അവർ ആ ഒരു സംസാരം അവിടെ വെച്ച് നിർത്തുകയാണ്.